ഹലോ എവ്രി വൺ, വെൽക്കം ടു Q3 വേൾഡ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ബ്രെഡ് പിസ്സ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കിത് വേഗം തയ്യാറാക്കിയെടുക്കാം. വെറും 5 മിനിറ്റ് മാത്രം മതി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കും ആയിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഞാനിവിടെ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം മാത്രമാണ് എടുത്തത്. നമുക്ക് ഇതെല്ലാം ചെറുതാക്കി ചോപ്പ് ചെയ്ത് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. കുരുമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ഒരു പിഞ്ച് പൊടിച്ചിടുകയാണ്. പിസ്സയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോ പൊടിച്ചിടുന്നത്. നമുക്കിത് ബ്രെഡിൻ്റെ മേലെ എങ്ങനെ വെച്ച് കൊടുക്കാൻ നോക്കാം. ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ മേലെ ഞാനിവിടെ ഒരു ഇൻസ്റ്റൻറ്റ് പിസ്സ സോസാണ് എടുത്തിട്ടുള്ളത്. അതുണ്ടെങ്കിൽ അത് ഒഴിക്കുക. ഇതില്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസിൽ കുറച്ച് ചില്ലി സോസും കൂടെ ഒഴിച്ച് ഇതേപോലെ ഒരു സോസ് ഉണ്ടാക്കി എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇട്ട് കൊടുക്കേണ്ടത് ചീസാണ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഗ്രേറ്റഡ് ചീസ് തന്നെയാണ് വാങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റ് ചെയ്യാത്ത ചീസാണെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള വെജിറ്റബിൾസിൽ നിന്നും ഓരോരോ പീസ് എടുത്ത് ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നടുവിലൊരു ഒലീവ്സും വെച്ചിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് പാനിൽ വെച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമ്മൾ ഓരോരോ സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. വളരെ പതുക്കെ വെച്ച് കൊടുക്കുക ഓരോന്നോരോന്നും. അത് കുറച്ച് വെജിറ്റബിൾസ് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോവാതെ വളരെ ശ്രദ്ധിച്ച് മെല്ലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ്. ഇതൊരു ഗ്ലാസിൻ്റെ മൂടി ആയതുകൊണ്ട് ചീസൊക്കെ മെൽറ്റാവുന്നത് വേഗം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് മെൽറ്റാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ചാലഞ്ചിങ് ആണ് നമ്മുടെ പോലെയുള്ള പാരൻസിന്. അപ്പോൾ ഒരു ദിവസം എല്ലാവരും ഇതെന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളൊരു പിസ്സ കട്ടർ വെച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മെൽറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് വലിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ടാൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ലൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.